ഒരു ക്ലിക്കിനപ്പുറം നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ വിവരങ്ങളും ഇന്ന് ലഭ്യമാണ്. പക്ഷേ ഇതേ വിവരങ്ങൾ മറ്റൊരാൾ അറിയുന്നുണ്ടെങ്കിലോ? എന്തായിരിക്കും അവസ്ഥ? വടക്കഞ്ചേരി സ്വദേശിയായ മോഹനദാസന് ഏപ്രിൽ മാസത്തിൽ ഹെൽമറ്റ് വയ്ക്കാതെ വാഹനം ഓടിച്ചതിന് പിഴ വന്നു. പണമില്ലാത്തതിനാൽ അടച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വാഹന നമ്പറും ചലാൻ നമ്പറും സഹിതം ഫൈൻ അടയ്ക്കാൻ വാട്സപ്പ് മെസ്സേജ് വന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. GSTയും ടാക്സും കോടതി ചെലവുമടക്കം 2269 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പണം അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഒരിക്കലും വാട്സപ്പ് വഴി പണം അടയ്ക്കാൻ MVD നിർദ്ദേശിക്കില്ലെന്നറിഞ്ഞതോടെ സൈബർ സെല്ലിന് പരാതി നൽകി. പണം തിരികെ ലഭിച്ചു. പക്ഷേ ട്വിസ്റ്റ് അവിടെയല്ല. മോഹനദാസൻ അടയ്ക്കാനുണ്ടായിരുന്ന 500 രൂപ ഫൈൻ ആരോ അടച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ 500 രൂപ ഒന്ന് കയറി നോക്കാൻ ശ്രമിച്ചാണ്. നോക്കിയപ്പോൾ ഈ ഫൈനും കൂടി കണ്ടപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അയ്യോ ഇനിയും വൈകിയാൽ ഒരു പക്ഷേ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള പോലെ ഇനി കൂടരുതെന്ന് പറഞ്ഞ് ഞാൻ അടച്ചാണ്. എൻ്റെ കൃത്യമായ വണ്ടി നമ്പർ ചലാൻ നമ്പർ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ളതാണ്. അതാണ് ഞാൻ അതിലേക്ക് പെടാനുള്ള കാരണം. മോഹനദാസൻ ഫൈൻ അടയ്ക്കാനുണ്ടെന്ന വിവരം എങ്ങനെയാണ് തട്ടിപ്പുകാരറിഞ്ഞത്? ചലാൻ നമ്പറും വാഹന നമ്പറും എങ്ങനെ മറ്റൊരാൾക്ക് ലഭിച്ചു? അവർ 2000-ലധികം രൂപ മോഹനദാസനിൽ നിന്ന് വാങ്ങി. 500 രൂപ ഫൈൻ അടച്ചു. ബാക്കി മറ്റൊരു അക്കൗണ്ടിലേക്ക്. ഒരാളുടെ മാത്രം കാര്യമല്ലിത്. നമ്മുടെ സംസ്ഥാനത്തെ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോകുന്നത് 1000 അല്ലേ 2000 അല്ലേ എന്നൊക്കെ കരുതി പലരും പരാതി നൽകുന്നില്ലെന്ന് മാത്രം. തൃത്താല സ്വദേശിയായ കൃഷ്ണദാസിനും ഇതേ അനുഭവമുണ്ടായി. വാട്സപ്പിൽ ഫൈൻ അടയ്ക്കാനായി ആവശ്യപ്പെട്ടു വന്ന തുകയും ചലാൻ നമ്പറും കൃത്യം. 2 ചലാനുകൾ ഓപ്പൺ ചെയ്തു. അപ്പൊ അത് പൈസ അടയ്ക്കാൻ വേണ്ടി നമ്മൾ പേ കൊടുത്തപ്പോൾ 5000 ചില രൂപ വന്നു. 5300 സംതിങ് രൂപ വന്നു. 2 ചലാന പോയിട്ട് ഒരു 1500 രൂപയും ഒരു 250 രൂപയും 2 ചലാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് സാധാരണ ഒരു സർക്കാർ പണ ഇതാണ് എന്ന് വിചാരിച്ച് ഞാൻ ആ പേയ്മെന്റ് നടത്തി. മോട്ടോർ വാഹന വകുപ്പിലെ ഡാറ്റകൾ ചോരാതെ എങ്ങനെ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ഇത്ര കൃത്യമായി കിട്ടുന്നു? അങ്ങനെ മൂന്നാമതൊരാൾക്ക് എടുക്കാൻ കഴിയാവുന്ന സുരക്ഷ മാത്രമാണോ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റുകൾക്കുള്ളത്? എങ്ങനെയാണ് ഈ വിവരങ്ങൾ നമുക്കും മോട്ടോർ വാഹന വകുപ്പിനുമല്ലാതെ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഏജൻസിക്കോ അറിയാൻ കഴിയുന്നത്? നമുക്ക് ചലാൻ വന്നതും അത് അടയ്ക്കാത്തതുമൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവർ മനസ്സിലാക്കുന്നത്? മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. നമ്മളൊന്നും അറിയാതെ പോകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്കും സർക്കാർ അധികാരികൾക്ക് മുന്നിലേക്ക് നമ്മളിത് വെക്കുന്നത്. സമഗ്രമായ അന്വേഷണം വേണം. മാത്രമല്ല ഒരുപാട് ലക്ഷോപലക്ഷം വരുന്ന വാഹന ഉപഭോക്താക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിരിക്കണം. അതൊക്കെ തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ഒരു മനുഷ്യാവകാശം അല്ല, നമ്മുടെ അവകാശത്തിൻ്റെ ലംഘനം കൂടിയാണ്. അപ്പോൾ അധികാരികൾ അത് പരിശോധിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഗതാഗത കമ്മീഷണർ CH നാഗരാജ് സാർ തത്സമയം ചേരുകയാണ്. ശ്രീ നാഗരാജ് സാർ, ഇപ്പോൾ അറിയാമല്ലോ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട ഈ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ പലർക്കും പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിലൊക്കെ തന്നെ ചലാൻ സഹിതം മെസ്സേജ് വരികയാണ്. MVD ഇങ്ങനെ മറ്റൊരു പാർട്ടിയെ, ഇങ്ങനെ ഒരു ഏജൻസിയെ ഇത്തരത്തിൽ പിഴവെടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്കുള്ള അലർട്ട് സംബന്ധിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജുകൾ ഇത്തരത്തിൽ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് നിയമലംഘകർക്ക്, പിഴ അടയ്ക്കേണ്ട ആളുകൾക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? അതായത് മോട്ടോർ വാഹന വകുപ്പോ കേരള സർക്കാരോ ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജസ് വഴി ചലാൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഇല്ല. അത് വാട്സാപ്പ് വഴി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പാടില്ല. ഒന്ന്, ഈ ചില മെസ്സേജസ് വരുമ്പോൾ നമുക്ക് നോർമൽ SMS ആണോ ഒഫീഷ്യൽ SMS ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ലിങ്ക് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് echalan.gov.in എന്ന ലിങ്ക് ആണെങ്കിൽ അത് ഒഫീഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പഴയ ചലാനാണെങ്കിൽ വെർച്വൽ കോഡിൻ്റെ മെസ്സേജ് വരും. virtualcodes.gov.in എന്നുള്ള 2 എക്സ്റ്റൻഷൻസ് മാത്രമേ നമുക്ക് തൊടാവൂ. വേറെ ഒരു ലിങ്ക് നമുക്ക് തൊടാൻ പാടില്ല. ചില മെസ്സേജസിൽ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറയാറുണ്ട്. APK ഫയൽ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ മൊത്തം ഡേറ്റ എടുക്കാൻ പറ്റുന്ന ഒരു ഫയലാണ്. APK ഫയൽസ് നമുക്ക് തൊടാൻ പാടില്ല, ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. വേറെ ഒരു ലിങ്ക് കൂടി നമുക്ക് തൊടാൻ പാടില്ല. ഈ വാട്സാപ്പ് മെസ്സേജ് വഴി നമ്മൾ ഇതുവരെ ഈ ചലാൻസ് അയക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ തുടങ്ങിയാൽ അത് വലിയ ഒരു പ്രസ് റിലീസ് ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനം പോലും ഉണ്ടാവും.
ശ്രീ നാഗരാജ് സാർ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം എന്തായാലും ഇല്ല, അത് അങ്ങനെ ഒരു വ്യവസ്ഥ എന്തായാലും ഇല്ല, മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ ഒരു മെസ്സേജ് ആർക്കും അയക്കുന്നതുമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കാം ഈ ഡേറ്റ ചോരുന്നത്? ചോർച്ച അങ്ങനെ ഉണ്ടോ? ഒരാളുടെ നമ്പർ മറ്റൊരാൾക്ക് കിട്ടുന്നത് എങ്ങനെയെന്നാണ് ഒരു ലളിത യുക്തിയിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു തവണ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് വന്നപ്പോൾ മോർത്തിലോട്ട് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു, അവരോട് സംസാരിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. മോർത്ത് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ്. അവരുടെ വാഹന ഡേറ്റയാണ് നമുക്ക് ഈ ഒരു സെർവറിൽ ഉണ്ടാവുന്നത്. ഈ സെർവർ ആക്സസ് എല്ലാവർക്കും കിട്ടത്തില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ കിട്ടും. പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെയോ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, അവർക്ക് കൂടെ കിട്ടും. ഈ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പോലത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സിന് അവർക്ക് കിട്ടും. ഈ തേർഡ് പാർട്ടീസ് വഴി വേറെ എന്തെങ്കിലും ചോർച്ച ആവുന്നുണ്ടോ എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. അതിന് ഞാൻ മോർത്തായിട്ട് ഇന്ന് തന്നെ സംസാരിച്ച് അവർക്ക് ഞാൻ എഴുതാൻ പോവുകയാണ്. അവിടെ നമുക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായും വരുന്നത് എവിടേക്കാണ് പോകുന്നത് ചോർച്ച ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മറ്റു രീതിയിൽ ഇതുമായി ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന മറ്റ് പാർട്ടികൾ, അവിടെ ഇൻഷുറൻസ് കമ്പനികൾ വഴി മറ്റോ ഡേറ്റ ചോർച്ച നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ഇത് ഏത് ഏജൻസീസ് ആണ് നമുക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അതൊരു മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇത് വെഹിക്കിൾ നമ്പറും അതിൻ്റെ ചലാൻ ഡേറ്റയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ പരിവാഹൻ്റെ ഒരു നെക്സ്റ്റ് ജെൻ പരിവാഹൻ ആപ്പ് ഉണ്ട്, അത് ഗവൺമെൻറ് ആപ്പാണ് മോർത്തിൻ്റെ. ആ ആപ്പിൽ നമ്മൾ വെഹിക്കിൾ നമ്പർ ടൈപ്പ് ചെയ്താലും നമുക്ക് എന്തൊക്കെ ചലാൻസ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏത് ഡേറ്റിലാണ് സംഭവിച്ചതിന് ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ ഈ ചോർച്ച സംഭവിക്കണമെങ്കിൽ അത് മെയിൻ ഡേറ്റ ഇന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വേറെ എന്തെങ്കിലും അഡീഷണൽ മോഡ്യൂൾസ് ഉണ്ടാക്കുമ്പോൾ ആ തേർഡ് പാർട്ടി നിന്ന് ചോർച്ച ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വെഹിക്കിൾ ഇൻഫോ അല്ലെങ്കിൽ കാർഡ്സ് 24 എന്ന പല തേർഡ് പാർട്ടീസിൻ്റെ പേരാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് ഏജൻസീസാണ്. ഇവരായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സോ വേറെ സെക്കൻഡ് തേർഡ് പാർട്ടീസ് ആയിട്ട് നമുക്ക് ബന്ധമില്ലാത്തത്. ശരി സാർ, തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതൊരു അന്വേഷണം തീർച്ചയായും വേണ്ടതാണ്, സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണം. അപ്പോൾ സാധാരണ ഇത്തരം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഓഫീസിലായാലും നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെ ഉൾപ്പെടെ ഈ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വാട്സാപ്പ് വഴി ചലാൻ മെസ്സേജ് വന്നാൽ അതിനെ വിശ്വസിക്കാൻ പാടില്ല, അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു SMS കിട്ടിയാൻ പറഞ്ഞാൽ SMS-യുടെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ലിങ്കിലെ gov.in ലാസ്റ്റിലെ e-chalans.gov.in എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ പോർട്ടലാണ്. അതല്ലാതെ വേറെ വെഹിക്കിൾ ഇൻഫോ എന്നോ കാർസ് 24 എന്നോ വെഹിക്കിൾ ചലാൻ ഡേറ്റ എന്നോ അവർ നമുക്ക് mbdkerala.gov.in എന്നോ വേറെ എന്തെങ്കിലും ഒരു പേര് വയ്ക്കും. പക്ഷേ ലാസ്റ്റ് ഡൊമൈൻ നെയിം gov.in എന്ന ആയിരിക്കണം, എന്നാലേ അത് ഗവൺമെൻറ് സൈറ്റ് ആയിരിക്കും. ശരി, തീർച്ചയായും അങ്ങ് സാർ പറഞ്ഞ പോലെ സാറിലേക്ക് ഞാൻ വരാം. ഗൂഗിളാണ് ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഗൂഗിൾ ഈ റിപ്പോർട്ട് ചെയ്ത വസ്തുതകൾ പ്രകാരമാണെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രോഡിനകത്തുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ ഏതൊക്കെ ഏജൻസികളായിരിക്കാം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളവരാണോ? മറ്റേ നമ്മൾ അറിയാം സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ, ഫ്രോഡ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ അനുഭവസ്ഥർ അല്ലെങ്കിൽ ഇതിന് വിക്റ്റിമായിട്ടുള്ള ആളുകളൊക്കെ എന്താണ് പറയുന്നത് ഗൂഗിൾ? ഇപ്പോൾ ഞാൻ സംസാരിച്ച ആളുകൾ എന്നോട് പറഞ്ഞത് കാർ ഇൻഫോ എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ നിന്നാണ് ഇവർക്ക് മെസ്സേജ് വന്നത്. അത് ഇപ്പോൾ ഇവർക്ക് ചലാൻ 500 രൂപ. ഉള്ളവർക്കൊക്കെ തന്നെ ഒരു പ്രത്യേകത, ഇവരൊക്കെ ഫൈൻ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് ഹെൽമെറ്റ് ഇടാതെയോ അല്ലെങ്കിലൊക്കെ തന്നെ വാഹനം ഓടിച്ച് ഫൈൻ വന്നവരാണ്. അവരത് ആ സമയത്ത് അടയ്ക്കുന്നില്ല. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ മെസ്സേജ് ഇവർക്ക് വരുന്നത്. മിക്കവാറും ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കാണിച്ച ഒരാളുടെ അയാൾ ആ ഏപ്രിൽ മാസത്തിൽ അയാൾക്ക് ഫൈൻ വരുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ പറയുന്ന ഈ മെസ്സേജ് വരുന്നത്. അത് കഴിഞ്ഞ് അത് വിശ്വസിച്ച് അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഇനി 500 രൂപയ്ക്ക് പുറമെ കോർട്ട് ഫീസ്, അതോടൊപ്പം തന്നെ GST, ടാക്സ് ഇതൊക്കെ അടക്കം 2300 രൂപയിലധികം രൂപ അടക്കണമെന്ന് പറയുന്നു. തുടരാം. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നും വിളിക്കുന്നുണ്ട്. ശിവജി, ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്? എനിക്കിങ്ങനെ വന്നെങ്കിൽ ഞാൻ നേരിട്ട് അടച്ച ആളാണ്. പക്ഷെ എനിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മൊബൈലിൽ വരുന്ന മെസ്സേജിൽ കണ്ടിട്ട് അതിന്റെ പേരിൽ കാശ് അടയ്ക്കുന്ന വിഡ്ഢികൾ.
അതായത് സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ചുമ്മാ കാശ് കണ്ടവൻ അടച്ചു കൊടുക്കുന്ന വെട്ടിത്തം. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ നടക്കില്ല. അവരും ഈ കള്ളത്തരക്കാർക്കുള്ള ഒത്തുകളിയുടെ പേരിലാണ് ഈ സംഭവം നടക്കുന്നത്. അല്ലാണ്ട് എങ്ങനെയാണ് അവിടെ അതായത് ശിവജി ഡാറ്റ ചോരുന്നത് അവർ വഴിയാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായും. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ വകുപ്പുകളിൽ ഏറ്റവും കള്ളത്തരവും വെട്ടിപ്പും നടക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറഞ്ഞ MVD. അവരുടെ വണ്ടിക്ക് തന്നെ പേപ്പറും ഇല്ല, ലൈറ്റും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് നാട്ടുകാരെ പിടിക്കാൻ നടക്കുന്നവരാണ്. ഈ പിഴയടച്ച് ജനങ്ങളിൽ നിന്ന് കാശ് പിഴിയാന്നുള്ളത് അത് ഒഴിവാക്കിയിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും അതുപോലെ റോഡുകൾ നല്ല രീതിയിലാക്കുകയും ചെയ്യേണ്ടതിന് പകരം നാട്ടുകാരെ പിഴിഞ്ഞ് ജീവിക്കുക, കള്ളും കഞ്ചാവും ലോട്ടറിയും ഇതും വിറ്റ് ജീവിക്കാന്നുള്ള സംവിധാനമാണ് സാറേ ഇതിന്റെ എല്ലാം പിന്നിലെ പ്രശ്നം. ഇപ്പൊ ഇരിക്കുന്ന ഈ നാഗരാജ് എന്ന് പറയുന്ന മൊട്ടത്തലയിന് പോലും ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ അങ്ങനെ ഒരാൾ ആക്ഷേപിക്കാൻ പാടില്ല. സ്വന്തമായി വളരെയധികം നന്ദി ശിവജി, എന്തായാലും പ്രതികരിച്ചതിന് വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുകയാണ്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, ഈ നോക്കൂ, നമുക്ക് ഇവിടെ മെസ്സേജ് വരുന്ന ആളുകൾ, അനുഭവസ്ഥരൊക്കെ പറയുന്ന കാര്യം എന്താണ്? അവർക്ക് വരുന്ന ഒരു മെസ്സേജിൽ പെട്ടെന്ന് തന്നെ അടയ്ക്കണം, കറക്റ്റ് ചെല്ലാനാണ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെല്ലാനാണ്, പിന്നീട് നൽകുന്ന അറിയിക്കുന്ന തുക മറ്റൊരു തുകയാണ്, ഒരു സെറ്റിൽമെൻറ്റ് പോലെയാണ്. പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കൃത്യമായിട്ട് വരുന്ന പിഴയുണ്ട്, പിഴ അല്ലെങ്കിൽ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരെ തിരഞ്ഞു പിടിച്ച് ഇവരുടെയൊക്കെ തന്നെ നമ്പർ കിട്ടുകയാണ് ഈ കേന്ദ്രങ്ങൾക്ക്. അവിടെയാണ് നമുക്ക് ഈ സംശയം ചോരുന്നത്. നമ്മുടെ രഹസ്യമായിട്ടുള്ള നമ്പർ, ആ നമ്പർ എങ്ങനെ പോകുന്നു, ചോരുന്നു? ഒരു തേർഡ് പാർട്ടിയിലേക്ക് വളരെ വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ നമ്പറുകൾ എങ്ങനെ ചോരുന്നു? അത് ഗൗരവമേറിയ വിഷയമല്ലേ? മ്യൂട്ട് ഒന്ന് മാറ്റുമോ ശ്രീ ഉപേന്ദ്രനാരായണൻ? മ്യൂട്ട് മാറ്റി സംസാരിക്കുമോ? മ്യൂട്ട് മാറ്റിയ ശേഷം സംസാരിക്കും. ഹലോ, ഇനി കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഓ യെസ്. ഹലോ, യെസ് കേൾക്കാം. കേൾക്കാമല്ലോ ഇല്ലേ? ഫോൺ നേരെ പിടിച്ചാൽ മതി. അതായത് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വേണ്ടത്. നമ്മുടെ രാജ്യത്ത് എല്ലാത്തരം തട്ടിപ്പുകളും നടക്കുകയാണ്. ഈ തട്ടിപ്പുകൾ തടയണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ ഭവിഷ്യത്തുകൾ ഏതൊക്കെ രീതിയിൽ ഈ പൊതുജനങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നടക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നത്, പക്ഷേ ഫോൺ കൃത്യമായിട്ട് പിടിക്കുന്നില്ല. ഫോൺ കൃത്യമായിട്ട് പിടിച്ചുകൊണ്ട് നോക്കി സംസാരിക്കും. ധാരാളം പേര് വാഹനം ഉരുട്ടി ജീവിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാരനായാലും പിക്കപ്പുകാരനായാലും ലോറി ഡ്രൈവറായാലും 1,80,00,000 വാഹനങ്ങൾ ഓടുന്ന കേരളത്തിൽ ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ പരിഭ്രാന്തരാകും. അവരുടെ ഭീതി മാറ്റേണ്ടത് ഗതാഗത വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. മേലിൽ ഇത്തരം ഫ്രോഡ് മെസ്സേജസ് വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് കേരള എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തന്നെയും ഇത്തരം തട്ടിപ്പുകൾ ലോകത്താകമാനം നടക്കുന്നുണ്ട്. അതിപ്പോ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത് തടയാനും ആരെങ്കിലും അങ്ങനെ പിഴ അടച്ചിട്ടുണ്ടെങ്കിൽ അത് വസൂൽ ചെയ്യാനുള്ള എന്തെങ്കിലും പ്രതിനിധികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. തീർച്ചയായും ഞാൻ നാഗരാജ് സാറിനോട് കാര്യം ചോദിക്കട്ടെ. കാരണം ഗതാഗത കമ്മീഷൻ ആണ്, അദ്ദേഹത്തിന് ഉത്തരവാദിത്തോടെ മറുപടി പറയാൻ കഴിയും. ഇത്തരം ഫ്രോഡുകൾ, നാഗരാജ് സാർ, ഇത്തരം ഫ്രോഡുകൾക്ക് എതിരെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണം ഏത് രീതിയിൽ വേണം? എങ്ങനെയാണ് ഇതിനെ ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം വരുന്നത്? ഇവിടെ പറഞ്ഞുവല്ലോ, ഇപ്പോൾ പ്രേക്ഷകർ ഉൾപ്പെടെ പറഞ്ഞുവല്ലോ, കേട്ടുവല്ലോ. അത് വാഹൻ നാഷണൽ ലെവലിൽ തന്നെ നടത്തേണ്ടതാണ്. കാരണം സെർവർ കസ്റ്റഡി മൊത്തം നോർത്ത് ഇന്ത്യ ആണ്. സോ ദേ ഹാവ് ടു കണ്ടക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. അവർക്കറിയാം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്, വേറെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ്സിന് കൂടെ ചില ആക്സസ് ഉണ്ട്. ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിലും വേറെ കോമേഴ്സ് ഇൻഡസ്ട്രി ആണെങ്കിലും, കാരണം ഇത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, വെഹിക്കിൾ ഇൻഡസ്ട്രി. അപ്പോൾ അവരെല്ലാവർക്കും ഇതിൻ്റെ ആക്സസ് കാണാൻ സാധ്യത ഉണ്ട്. സോ അവരാണ് ഇത് അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് തീരുമാനിക്കേണ്ടത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. സോ വി വിൽ റൈറ്റ് ടു ദം ആൻഡ് വി വിൽ ഹൈലൈറ്റ് ദിസ് ഇഷ്യൂ. ഇത് ഫ്രോഡ്സ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അർജന്റായിട്ട് അവർക്ക് അറിയിക്കും. സാർ മടങ്ങിയെത്താം. ഇപ്പോൾ പ്രസാദ് കട്ടപ്പന എന്നൊരു പ്രേക്ഷകം തീരുന്നുണ്ട്. പ്രസാദ്, താങ്കൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇങ്ങനെ അനുഭവമുണ്ട്. എനിക്ക് ഇതുപോലെ കുറെ നാളുകളായിട്ട് വെഹിക്കിൾ ഇൻഫോ എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട്. ആ ആപ്പിൽ നിന്നും കാണിക്കുന്നത്, ഞാനത് മൈൻഡ് ചെയ്യാതിരിക്കുമായിരുന്നു.
അത് ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാനൊരു അക്ഷയ സെന്ററിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് MED ഇതെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഒരു 500 രൂപ അടയ്ക്കാനുണ്ട്. പിന്നെ ടാക്സ്, സെറ്റിൽമെന്റ് ഫീസ് എല്ലാം കൂടെ 2270 രൂപ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ അടയ്ക്കുകയും ചെയ്തു. അടച്ചു. അപ്പൊ ഇതിങ്ങനെ വന്ന് നമ്മളത് 2023 അതിനകത്ത് കാണിച്ചിരുന്നത്. KL 699660 എന്ന് പറയുന്ന ഒരു ബുള്ളറ്റിന്റെ ഹെൽമെറ്റ് വയ്ക്കാതിരുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കണ്ടത്. ശരി തീർച്ചയായും ഒരു അനുഭവസ്ഥനാണ് നമ്മോട് പ്രതികരിച്ചത്. വിനോദ് തിരുവല്ലയിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. വിനോദ് പറഞ്ഞോളൂ. സാർ, ഞാൻ പറഞ്ഞ എനിക്ക് ഇതുപോലെ ഞാനിപ്പോ ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഈ ഇപ്പോൾ 2-3 മാസമായിട്ട് തുടർച്ചയായിട്ട് മെസ്സേജുകൾ വന്നോണ്ടിരിക്കുക. ഒന്ന് വെഹിക്കിൾ ഇൻഫർമേഷൻ എന്നും പറഞ്ഞുകൊണ്ട്, ഒന്ന് കാർ ഇൻഫോ എന്നും പറഞ്ഞുകൊണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ഡേറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്. പക്ഷെ തുക അടയ്ക്കാനായിട്ട് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ പോലുള്ള ഡീറ്റെയിൽ ഒന്നും ഇല്ല. ഡെയിലി മെസ്സേജ് വന്നോണ്ടിരിക്കുക. 500 രൂപ തെറ്റിച്ച് 2000 രൂപ, 1400 രൂപ എങ്ങാണ്ട് പോസ്റ്റ് ഫീസ് ഉൾപ്പെടെ അടയ്ക്കണം പറഞ്ഞുകൊണ്ട് സ്ഥിരം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടി കിട്ടുന്നില്ല. തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് അഡ്രസ്സ് ചെയ്യുകയാണ് മാതൃഭൂമി ന്യൂസ് അധികാരികൾക്ക് മുന്നിലേക്ക്. ശ്രീ നാഗരാജ് സാർ, ഈ നമ്മൾക്ക് എന്തായാലും ഇവിടുത്തെ കാര്യം നമുക്ക് വ്യക്തമായി. തട്ടിപ്പിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക ലക്ഷ്യത്തോടുള്ള ഇടപെടൽ ഉണ്ട്. തട്ടിപ്പിൽ മറ്റൊരു പല രീതിയിൽ വരുന്ന തട്ടിപ്പുകൾ പോലെ ആണിത്. അപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കുമോ ഈ തട്ടിപ്പിൻ്റെയൊക്കെ തന്നെ ഉറവിടങ്ങൾ അവർ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് നമുക്കൊരു അന്വേഷണം നടത്താനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരിക്കാം? ശരിയാണ്. അത് കാരണം വാഹൻ ഡേറ്റ എന്നുള്ളത് ഓൾ ഇന്ത്യ ഡേറ്റയാണ്. ഏത് സ്റ്റേറ്റിലാണെങ്കിലും ബാക്കി സ്റ്റേറ്റ്സിൻ്റെ ഡേറ്റ കിട്ടാം. ഏത് തേർഡ് പാർട്ടിക്കാണെങ്കിലും വാഹൻ വഴി വേറെ സംസ്ഥാനങ്ങളുടെ ഡേറ്റ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ഒരു മുഴുവൻ പ്രശ്നമായി ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ? സാറിൻ്റെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും? അങ്ങനെ ഈ വിഷയത്തിൽ നമ്മുടെ ഈ റിപ്പോർട്ട് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും? ഞാൻ ഇമ്മീഡിയറ്റ്ലി മോർത്തായിട്ട് ഇക്കാര്യം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കും. ഓൾറെഡി NIC ആയിട്ട് ഞാൻ സംസാരിച്ചു, ഇൻഫോം ചെയ്തു. ഈ വീഡിയോ കൂടെ അവർക്ക് കാണിച്ചു. അതുപോലെ തന്നെ മോർത്തായിട്ട് ഞാനിപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. അവർക്കൊരു ഇൻ റൈറ്റിംഗ് ഞാനൊരു റിക്വസ്റ്റ് എഴുതാൻ പോവുകയാണ്. പ്ലീസ് കണ്ടക്ട് എൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ആർ ദീസ് തേർഡ് ഓർ ഫോർത്ത് പാർട്ടീസ് ഹൂ മൈറ്റ് ബി ഇൻവോൾവ് ഇൻ ദിസ് ലീക്കേജ് ഓഫ് ഇൻഫർമേഷൻ എന്ന് ഞാൻ എഴുതാൻ പോവുകയാണ്. തീർച്ചയായും അത് വലിയൊരു ഉറപ്പാണ്. മാതൃഭൂമി ന്യൂസ് വാർത്തയിന്മേൽ നടപടി ഉറപ്പാക്കുന്നു ഗതാഗത കമ്മീഷണർ എന്നുള്ളതാണ്. അതായത് ഇതിൽ തേർഡ് പാർട്ടി ആരാണ്, മറ്റ് പാർട്ടി ആരാണ് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളെ കൂടി അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് മേൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോഡിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നൗഫൽ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നൗഫൽ പറഞ്ഞോളൂ. ഹലോ. ഹലോ. നിങ്ങളെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് വന്നത് നേരെ തിരിച്ചാണ്. കാരണം ഫൈന് ഒന്നായിട്ട് തീർപ്പാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഫൈനുകളെല്ലാം പകുതി അടക്കാവുന്ന ചെലാൻ പകുതിയാക്കുന്ന ഒരു ഇത് വന്നല്ലോ ഇതിന്റെ ഇടയിൽ. അങ്ങനെ ഞാൻ എന്റെ ചെലാൻ മുഴുവൻ അടച്ചു തീർത്തിരുന്നു. എനിക്ക് 5ഓളം ഫൈൻ അടക്കാണ്ടായിരുന്നു. 5 ചെലാനും ഞാൻ അടച്ചു തീർത്തതിന് ശേഷം വീണ്ടും ഇപ്പൊ എന്റെ വാട്സാപ്പിലേക്ക് വന്നു, പിന്നെ വീണ്ടും ചെലാൻ അടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീണ്ടും നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഫൈൻ അടക്കാനില്ല. അപ്പൊ എനിക്ക് ബോധ്യമായി അതൊരു തട്ടിപ്പാണെന്ന് ബോധ്യമായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പണം അടച്ചില്ല. തീർച്ചയായും. താഹിർ കുന്നംകുളത്തുനിന്ന് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. താഹിർ പറഞ്ഞോളൂ. സാർ, ആക്ച്വലി എനിക്കൊരു 2 മാസം മുന്നേ ഒരു പെൻഡിങ് ഇത് വന്നിട്ട് ഞാൻ 3000+ സംതിങ് ഇതിന്റെ അടച്ചിരുന്നു ഓൺലൈനില്. എന്നിട്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ടു അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോ ഇപ്പൊ പെൻഡിങ് ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അഗൈൻ വീണ്ടും എനിക്ക് വേറൊരു 10,000-7,000 രൂപയുടെ ഇത് പറഞ്ഞിട്ട് വേറൊരു ആപ്പിൽ നിന്ന് ഇതേപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് അടച്ചിട്ടില്ല. വീണ്ടും വരികയാണ്. വീണ്ടും ഉണ്ട്. അതിപ്പോ ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് വെരിഫൈ ചെയ്തപ്പോ സൈറ്റില് ഇതുണ്ട്,
മനസ്സിലായോ? അപ്പൊ ഇത് വ്യാപകമായി നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കണത്. അത് തീർച്ചയായും നമ്മൾ അതുകൊണ്ടാണ് ഗതാഗത കമ്മീഷണർ നമ്മുടെ തത്സമയമുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു കാര്യം നേരത്തെ താങ്കൾ കേട്ട് കാണുമായിരിക്കാം. അതായത് ഇങ്ങനെ മോട്ടോർ വാഹന വകുപ്പോ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയോ ഒരു തരത്തിലും ഇങ്ങനെ വാട്സപ്പ് വഴി സന്ദേശം അയച്ചുകൊണ്ടുള്ള അറിയിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അലർട്ടോ ഒന്നും നൽകുന്നില്ല. അങ്ങനെ സംവിധാനമില്ല. അപ്പോൾ മാത്രമല്ല നമുക്ക് പരിവാഹൻ സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, കൃത്യമായി നമുക്ക് അവിടെ അറിയാം. പിന്നീട് ഇങ്ങനെ മെസ്സേജ് വരുന്ന ആളുകൾ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്ത് പണം അടച്ച്, കാരണം ഏതൊക്കെ കാർഡിലാണ് അടയ്ക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളാണ് മെസ്സേജായിട്ട് വരുന്നത്. സ്വാഭാവികമായി നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് പണം അടയ്ക്കും. അങ്ങനെ അടയ്ക്കാനേ പാടില്ല. അക്ഷയ സെന്ററുമായിട്ട് ബന്ധപ്പെടണം എന്നുകൂടി അറിയിക്കുകയാണ് താഹിർ. കേട്ടോ, സംശയം തീർന്നെന്ന് മനസ്സിലാക്കുന്നു. യെസ്, മോഹനൻ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. മോഹനൻ പറഞ്ഞോളൂ. സാറേ നമസ്കാരം. യെസ്, മോഹനൻ, താങ്കളാണ് ഇതിലെ അനുഭവസ്ഥൻ. താങ്കളെ കൂടി ഉൾപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് വിട്ടത്. മോഹനൻ, ശരിക്കും സംഭവിച്ചത് എന്താണ്? വളരെ ലഘുവായി പറയാം. ലഘുവായി മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ ഭാര്യയും കൂടി വരുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ഭാര്യ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ കഴിഞ്ഞ ഏപ്രിൽ ഒരു 500 രൂപ ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു MVDയുടെ. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പൈസ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ മെയ് മാസം കഴിഞ്ഞ ജൂണിൽ 27-ാം തീയതി മറ്റോ ആണ് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. അതിൽ എൻ്റെ വണ്ടി നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളോടുകൂടി 500 രൂപ ഇപ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. അതിൽ കയറിയപ്പോൾ 1-2 ഇതിലേക്ക് മാറിയപ്പോൾ ഈ പറയുന്ന പോലെ 1700 സംതിങ്ങോളം ഫൈൻ ആയിട്ടുണ്ട്, കോർട്ട് ഫീ ആയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് അടയ്ക്കണം എന്നുള്ളത് കണ്ടു. ഞാൻ ഇത്രയും എമൗണ്ട് കൂടുതൽ കണ്ടപ്പോൾ ഈ പറഞ്ഞ ഇനിയും വൈകിയാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അടച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ചിന്തിച്ചത് ഇത്രയും തുക ആവില്ലല്ലോ, ഇതെന്തോ തട്ടിപ്പാണോ എന്ന് ആണോ എന്ന് വിചാരിച്ച് അടുത്തുള്ള സുഹൃത്തിനും മറ്റുള്ളവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്കിതിങ്ങനെ ഒരു തട്ടിപ്പ് സംഭവിച്ചു. പിന്നീട് ഞാനത് 1930 വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. കംപ്ലൈന്റ് പറയുകയും പിന്നെ എൻ്റെ നിന്നും പോയിട്ടുള്ള ആ പൈസ എനിക്ക് തിരികെ കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ അടയ്ക്കാനുള്ള 500 രൂപ ആരോ അടച്ചിട്ടുണ്ട്. ഞാൻ അടച്ചിട്ടില്ല, മറ്റാരും അടച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു ശൃംഖല. ഇപ്പോൾ താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ പലർക്കും ഈ മെസ്സേജ് വന്നാലും കാര്യമാക്കാറില്ല. ചിലർ ഗൗരവത്തോടെ എടുക്കും. ആ ഗൗരവത്തോടെ എടുത്തതിൽ ഒരാളാണ് താങ്കൾ. താങ്കൾ അതിനെ ഫോളോ അപ്പ് ചെയ്തു. അതാണ് താങ്കളെ അഭിനന്ദിക്കാനുള്ളത്. അതിന്റെ പ്രകാരമാണ് ഈ വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യും. ഇന്നിപ്പോൾ നമ്മോടൊപ്പമുള്ള ഗതാഗത കമ്മീഷണർ പറഞ്ഞ കാര്യം, ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്ക് സൈബർ വിങ്ങിൻ്റെയൊക്കെ സഹായം വേണ്ടി വരും. വിപുലമായ രീതിയിൽ അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് വിശ്വസിക്കാം. പിന്നീട് ഈ മോഹനൻ ഇക്കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോഴും ആളുകളുമായിട്ട് ഈ മേഖലയുമായിട്ടുള്ള ആളുകളുടെ ബന്ധപ്പെടുമ്പോൾ വ്യാപകമാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഞാൻ നമ്മളെ MVDയുടെ ഒരു പേജ് ഫോളോ ചെയ്യുന്ന ആളാണ്. അവര് എന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി എന്നൊരു പത്രത്തിൽ പാലക്കാട് എഡിഷനിലാണ് തോന്നുന്നു ഒരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല. അന്നൊരു ഈ പറയുന്ന ഒരു ഫോളോ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് താഴെ ഞാൻ നോക്കുമ്പോൾ കമന്റ് വായിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൻ്റെ ഫോണ് മാത്രം ഹാക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. ഇത് എത്രയോ ആളുകളുടെ വലിയൊരു ഡാറ്റ എവിടെന്നോ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് ഡാറ്റ ചോർച്ച. നമുക്ക് ഇവിടെ പ്രധാനമായും അന്വേഷിക്കേണ്ടത്, ഞാൻ നേരത്തെ ഗതാഗത കമ്മീഷണറോട് പറയുകയായിരുന്നു, നമുക്ക് നമ്മുടെ സംവിധാനത്തിൽ നിന്നാണോ ഡാറ്റ ചോരുന്നത്? കാരണം MVD ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ നിന്നാണോ ഡാറ്റ ചോരുന്നത്? ഡാറ്റ കൈവശമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിന്നാണോ ഡാറ്റ ചോരുന്നത്? പിന്നീട് തേർഡ് പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോ അവരിൽ നിന്നൊക്കെയാണോ ചോരുന്നത്? അപ്പോൾ ഈ ഫ്രോഡ് നടത്തുന്ന ടീംസിലേക്ക് പോവുകയാണ് ഈ നമ്പറുകൾ. അതെ. സത്യം പറഞ്ഞത് ഒരു ഏജൻസി ആണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ അടയ്ക്കാനുള്ള 500 രൂപ അടച്ചു. പക്ഷെ കോർട്ട് ഫീ എന്ന് പറയുന്ന ഈ 500 രൂപയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയൊരു എമൗണ്ട് വരില്ല എന്നാണ് MVD വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതിനിടയിൽ ഈ പറയുന്ന പോലെ ഒരു ഏജൻസി ഇടപെട്ട് നമ്മുടെ തുക മനസ്സിലാക്കി 500 രൂപ അടച്ച് ബാക്കി തുക അവരിലേക്ക് പോകുന്ന ഒരു ശൃംഖല, അത് ഓൾ ഇന്ത്യ ബേസിൽ ഒരു ശൃംഖല ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ക്യാഷ് പോയിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു സൂറത്തിലോ അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ സൈറ്റിലേക്കാണ് പോയിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യെസ്, തീർച്ചയായും മോഹൻ എന്തായാലും ഫോളോ അപ്പ് ചെയ്യുകയും ഇതിലൊരു അന്വേഷണം വേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയായിരുന്നു മോഹനൻ. അവസാനമായി ശ്രീ നാഗരാജ് സാർ, ഇവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ കേട്ട് കാണും. അപ്പോൾ ഈ പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന ഇത്തരം മെസ്സേജ് വന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അല്ലാത്തവരോടും നാളെ ഇനി മെസ്സേജ് പ്രതീക്ഷിക്കേണ്ട ആളുകളോടും എന്താണ് പറയാനുള്ളത് മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകരോട്?
ഞാൻ ഉന്നയിക്കുകയാണ്, വാട്സാപ്പ് വഴി നമ്മൾ ഇതുവരെ ചലാൻസ് അയക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും ഒരു ലിങ്ക് SMS കിട്ടിയെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചലാനാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ echalans.gov.in എന്നുണ്ടാവും. എന്നാലേ ആ ലിങ്ക് തൊടാൻ പാടുള്ളൂ. അതുകൂടി ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോട്ടോ RTO ഓഫീസിലോട്ടോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൊത്തം ചലാൻ ഡീറ്റെയിൽസ് അവർ എടുത്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള നടപടി ചെയ്യും. എളുപ്പമാർഗം നിങ്ങൾ ഈ സേവാ സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോട്ടോ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾ ചലാൻ കറക്റ്റായിട്ട് ഗവൺമെൻറ് സൈറ്റിൽ അടയ്ക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അടയ്ക്കാറുമുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഫോണിൽ തൊട്ടിട്ട് ഒരു പേയ്മെൻറ്റ് നടത്തണ്ട, അതാണ് ബെസ്റ്റ്. നിങ്ങൾ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ ഈ ഡൊമൈൻ നെയിം പഠിക്കാൻ തീർച്ചയായും സർ, തിരക്കുകൾക്കിടയിലും മാതൃഭൂമി ന്യൂസിനോടൊപ്പം സമയം പങ്കിടുകയും പ്രേക്ഷകരുടെയും പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട ഈ റിപ്പോർട്ടിൽ ഗൗരവമേറിയ ഒരു അന്വേഷണം ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഫ്രോഡ് നടത്തുന്ന ആരൊക്കെയാണ് അവരെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിന് വേണ്ടി മുൻകൈയെടുക്കും. ഈ വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പിൻ്റെ പുതിയ മന്ത്രിയോട് നമ്മൾ ഇക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ MVDയുടെ ഭാഗത്തു നിന്നാണോ ഈ ഡാറ്റ ചോർത്തി വിരുദ്ധന്മാർ അവിടെയുള്ളത്? ലക്ഷക്കണക്കിന് നമ്മളുടെ, ഞാൻ ഉൾപ്പെടെയായ എല്ലാവരുടെയും, വാഹനം ഉപയോഗിക്കാത്തവരായി അധികം ആരുമില്ല, എല്ലാവരുടെയും ഡാറ്റ മൂന്നാമതൊരു കക്ഷിയിലേക്ക്, തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ളൊരു ചട്ടലംഘനമാണ്, നമ്മുടെ സുരക്ഷാ വീഴ്ച എന്നതാണ്. അപ്പോൾ പഴുതുകൾ അടയ്ക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് ഗതാഗത കമ്മീഷണർ മാതൃഭൂമി ന്യൂസിനോട് അറിയിച്ചത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവെച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പോൾ ജാഗ്രത വേണം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.